ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് പിന്നാലെ യുഎഇയിലെ ഫുജൈറയിൽ കുടുങ്ങിയ യാത്രക്കാർ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ തിരിച്ചു വന്നു. അക്ബർ ട്രാവൽസ് ഒരുക്കിയ പ്രത്യേക ചാർട്ടർ വിമാനത്തിലാണ് 186 യാത്രക്കാർ മടങ്ങി വന്നത്. യുഎഇയിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നാണ് അവർ പറയുന്നത്. ആശങ്കയൊന്നും വേണ്ടെന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ യാത്രക്കാർ 24-നോട് പറഞ്ഞു. അവരുടെ പ്രതികരണങ്ങൾ ആദ്യം നമുക്ക് ഒന്ന് കാണാം. ഇപ്പോൾ സിറ്റുവേഷനൊക്കെ കൺട്രോളാണ്. പക്ഷേ ഇടയ്ക്കും തലയ്ക്ക് ഓരോ സമയത്ത് ഒരു ഡ്രോൺസ് ഫ്ലൈ ആവുന്നുണ്ട്. ആ ഡ്രോൺസിനെ ഇവരൊക്കെ മുകളിൽ തന്നെ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ ഡെബ്രീസ് താഴെ വീണിട്ട് ചില ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരുമ്പോൾ തീപിടുത്തം ചെറുതായിട്ട് ആവുന്നുണ്ട്. അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ പാടത്തിന് കുറച്ച് അവിടെ ഒരു ഓയിലിൻ്റെ ഒരു ഫാക്ടറി ബുദ്ധിമുട്ടായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽസ് അവിടുത്തെ ഉണ്ടായിരുന്ന ഇമ്രാത്തിലൊക്കെ നല്ല സപ്പോർട്ടീവ് ചെയ്യുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് അബുദാബിയിൽ കുടുങ്ങിയ നടി സ്വാസികയും കൊച്ചി നെടുമ്പാശ്ശേരിയിൽ മടങ്ങിയെത്തി. ഡ്രോണും മിസൈലും പോകുന്നത് കാണുമ്പോൾ പേടിയായെന്നും നാട്ടിലെത്തിയതിൽ ആശ്വാസമുണ്ടെന്നും സ്വാസിക 24-നോട്. അതിങ്ങനെ നമുക്ക് കാണാം, അതിങ്ങനെ മിസൈലുകൾ പോകുന്നതും ഡ്രോണ്. പക്ഷേ അവർ UAE ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആരും അങ്ങനെ പാനിക് ആയിട്ടില്ല ഇതുവരെ. നമ്മളെപ്പോലെ സ്റ്റക്കായി നിൽക്കുന്നവരും ഈ ഒരു ഫുജൈറ എന്നുള്ളൊരു സ്പെഷ്യൽ ഫ്ലൈറ്റ് വന്നതുകൊണ്ട് അത് നന്നായി. കുറേ ആളുകൾ ഇനിയും എയർപോർട്ടിൽ സ്റ്റക്കായിട്ടുണ്ട്. ഇവിടെ നാട്ടിലെത്തിയല്ലോ, ഇനിയിപ്പോൾ പതുക്കെ റിലാക്സ് ആയിട്ട് പോവാം. ഉച്ചയിൽ നിന്ന് വിൻ സി വിജയൻ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. ബിവിൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് SKN. സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് ഓരോ യാത്രക്കാരും. 186 യാത്രക്കാരാണ് ഇന്നിപ്പോൾ ഫുജൈറയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങിയത്. സ്പൈസ് ജെറ്റ് വിമാനമായിരുന്നു അത്. പുലർച്ചെ 3 മണിക്കായിരുന്നു നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ടത്. പക്ഷേ എത്തിയപ്പോഴേക്കും അത് 5 മണിയോട് അടുത്തു. അതായത് 2 മണിക്കൂറിന്റെ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഡിലേ എല്ലാ തലത്തിലും തന്നെ നമുക്ക് വിമാനത്താവളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് 19 വിമാനങ്ങളാണ് ഇങ്ങോട്ട് നെടുമ്പാശ്ശേരിയിലേക്ക് വരേണ്ട 19 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മസ്കറ്റിൽ നിന്നുള്ള ഒരു വിമാനം, അത് 8 മണിയോടുകൂടി എത്തുന്ന ഒരു വിമാനം മാത്രം ആണ് ഇപ്പോൾ കാണിക്കുന്നത്. മറ്റെല്ലാം തന്നെ ക്യാൻസൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഈ യാത്രക്കാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ അവരുടെ വിസ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന വിസിറ്റിംഗ് വിസിറ്റൊക്കെ പോയ ആളുകളൊക്കെ തന്നെ ആ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതുപോലത്തുള്ള ചാർട്ടേഡ് വിമാനം കിട്ടുമ്പോൾ അതിൽ കഴിയാവുന്ന ആളുകൾ കയറി പോരുന്നു എന്നുള്ളതാണ് നിലവിലെ ഇപ്പോഴൊരു പൊതുസ്ഥിതിയായിട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വാസികയെ ഒരു ദിവസത്തെ ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോയതായിരുന്നു അബുദാബിയിലേക്ക്. ഇപ്പോൾ ഇത്രയും ദിവസം അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരും നാട്ടിലെത്തിയതിൻ്റെ ഒരു ആശ്വാസമാണ്. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഡ്രോണുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറക്കലുകളും അവ പൊട്ടിത്തെറിക്കുന്നതും അതിൻ്റെ ഭാഗങ്ങൾ താഴത്തേക്ക് വീണ് അത് തീപിടിക്കുന്നതും അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഭരണകൂടം അതിൽ ഇടപെടുകയും ആ പ്രശ്നം അപ്പോൾ തന്നെ അത് പരിഹരിക്കുകയും അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിലാണ് അത് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ആശങ്കപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇവർ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. മിസൈലുകളൊക്കെ പോകുന്നതടക്കം കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വേദന, വിഷമമൊക്കെ പലരും ഇന്ന് ഈ യാത്രയിൽ വന്നിറങ്ങിയ ആളുകളൊക്കെ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് തിരിച്ച ദുബായിലേക്കൊക്കെ ഉള്ള വിമാനങ്ങളിലും ഗണ്യമായിട്ടുള്ള കുറവുണ്ട്. പക്ഷേ ഭാഗികമായിട്ടെങ്കിലും ഈ യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അത് എല്ലാം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.